നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യസഭാ സീറ്റ് സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്യാൻ വിളിച്ച ഇടതുമുന്നണി യോഗത്തിൽ RJD സീറ്റ് ആവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം. സത്യത്തിൽ കഴിഞ്ഞ ദിവസം ഈ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നെഞ്ചത്തിലേറ്റ ഒരു വലിയൊരു അടി തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ചർച്ചയ്ക്കെത്തിയ ഭൂരിപക്ഷം ആളുകളും പറഞ്ഞത് ഈ തോൽവിക്ക് കാരണം പ്രധാനമായി ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യം തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു. അതിനൊക്കെ ചെറുതായിട്ടെങ്കിലും സമ്മതം മൂളേണ്ടി വന്നിരുന്നു പിണറായി വിജയന് എന്നാണ് പുറത്തുവരുന്ന ചില വിവരങ്ങൾ. മുന്നണി യോഗത്തിൽ RJDയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വർഗീസ് ജോർജാണ് മുന്നണി നേതൃത്വത്തിന്റെ നിലപാടിനെ വിമർശിച്ചത്. രാജ്യസഭാ സീറ്റ് എപ്പോഴും CPIക്ക് നൽകുന്നതിലായിരുന്നു പ്രതിഷേധം. MV ശ്രേയാംസ് കുമാറിന്റെ കാലാവധി കഴിഞ്ഞപ്പോഴും സീറ്റ് നൽകിയത് CPIക്കാണ് എന്ന് വർഗീസ് ജോർജ് ചൂണ്ടിക്കാട്ടി. രാജ്യസഭയിലേക്ക് എല്ലാ പാർട്ടികൾക്കും പ്രാതിനിധ്യം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. RJDയെ പിന്തുണച്ച അന്വയിപ്പിച്ചും യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാടെടുത്തു. RJDയുടെ വാദം ശരിയാണ് എന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറയുകയും ചെയ്തു. പിന്നീട് രാജ്യസഭാ സീറ്റിലേക്ക് ഇനി സംസ്ഥാനത്തെ മുന്നണിയിൽ റൊട്ടേഷൻ വ്യവസ്ഥ കൊണ്ടുവരാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഇത് മുന്നണി യോഗം അംഗീകരിക്കുകയും ചെയ്തു. 2 സീറ്റ് ഒഴിവ് വരുന്ന രണ്ടാമത്തെ സീറ്റ് മുന്നണിയിലെ കക്ഷികൾക്ക് റൊട്ടേഷൻ വ്യവസ്ഥയിൽ നൽകാമെന്നാണ് നിലപാട് അറിയിച്ചത്. ഇത്തരത്തിൽ രാജ്യസഭാ സീറ്റിന്റെ മാനദണ്ഡം സംബന്ധിച്ച് പിന്നീട് തീരുമാനമെടുക്കാനും യോഗം ധാരണയിലെത്തുകയായിരുന്നു. ഇത്തവണ 3 സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. CPIയിൽ നിന്ന് PP സുനീറും കേരള കോൺഗ്രസ് Mൽ നിന്ന് ജോസ് കെ മാണിയുമാണ് രാജ്യസഭയിലേക്ക് പോവുക. അവശേഷിക്കുന്ന 3ാമത്തെ സീറ്റിൽ UDFൽ നിന്ന് ലീഗ് പ്രതിനിധി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനാണ് മത്സരിക്കുന്നത്. LDFൽ ഒഴിവുവരുന്ന സീറ്റുകളിൽ 1 CPMന്റേതാണ്. അതാണ് കേരള കോൺഗ്രസ് Mന് വിട്ടു നൽകിയത്. ഇതോടെ മുന്നണിയിലെ രാജ്യസഭാ സീറ്റ് തർക്കം താൽക്കാലികമായി പരിഹരിച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ജോസ് കെ മാണിക്ക് വിട്ടു നൽകിയതിൽ പാർട്ടിക്കകത്ത് ഉള്ള പ്രശ്നങ്ങൾ അതങ്ങനെ തന്നെ തുടരുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ യോഗത്തിന് ശേഷമാണ് ജോസ് കെ മാണി രാജ്യസഭ സ്ഥാനാർത്ഥിയായി മാറാനുള്ള സാധ്യത, അല്ലെങ്കിൽ രാജ്യസഭ സ്ഥാനാർത്ഥിയായി മാറുമെന്ന ഔദ്യോഗിക വിശദീകരണം വന്നത്. എന്തായാലും രാജ്യസഭയിലേക്ക് പോകുന്നത് ജോസ് കെ മാണി തന്നെയാണ്. അവശേഷിക്കുന്ന 3ാമത്തെ സീറ്റിൽ UDFൽ നിന്ന് ലീഗ് പ്രതിനിധി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനാണ് മത്സരിക്കുക. LDFൽ ഒഴിവ് വരുന്ന സീറ്റുകളിൽ 1 CPMന്റേതാണ്. അതാണ് കേരള കോൺഗ്രസ് Mന് വിട്ടു നൽകിയത്.